വരെ ഞാനിന്ന് അമ്മ വീട് വരെ പോയായിരുന്നു. അനിയത്തിയും കൊണ്ട് ഒന്ന് ബീച്ച് വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പം അവൾ ഓരോ ജോലിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ഇരുന്നിട്ട് ടി വിയിൽ നമ്മുടെ കിക്കി മോൻ്റെ വീഡിയോ പ്ലേ ചെയ്ത് കാണുമായിരുന്നു. കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് കണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്തോട്ട് പോയി ഓരോ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവൾ വരാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തൊക്കെ അവിടെ നിന്ന്. അപ്പോൾ കുറച്ച് ടൈം എടുത്തായിരുന്നു. അപ്പം വീട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ് ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട്, ബീച്ച് ഫെസ്റ്റിവൽ കാണാൻ. അപ്പം അനിയത്തിയായിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നേരെ എടുക്കുന്നൊരു വീഡിയോ ആണിത്. ഇത് അമ്മയുടെ വീടാണ്. അപ്പോൾ ഇവിടെ വന്നാണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ അവൾ വന്ന് അങ്ങനെ അവൾ പറഞ്ഞ് വീഡിയോ എടുക്കരുതെന്നൊക്കെയായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് വീഡിയോ എടുത്തില്ലായിരുന്നു ആദ്യമേ. അത് കഴിഞ്ഞ് അവിടെ പോയപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് അപ്പോൾ അമ്മ ബീച്ചിൽ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അമ്മക്ക് ബീച്ച് കാണണമെന്ന് ആഗ്രഹമൊക്കെ കാണുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ബസ്സിൽ പോകാം. ഞങ്ങൾ വീട്ടിൽ വന്നായിരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന അമ്മയാണ്, അപ്പുറത്ത് നിൽക്കുന്നത് അനിയത്തിയാണ്. അപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് അങ്ങനെ പോയി. അമ്മയും കൊണ്ടുപോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് പോയത്. ഞങ്ങൾക്ക് 3 പേരുള്ളതുകൊണ്ട് ബൈക്കിൽ പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ ബസ്സിന് പോയി അവിടെ ഇറങ്ങിയിട്ട് ചെന്നപ്പോൾ ഒത്തിരി സംഭവങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് ബീച്ചിൽ. നമ്മൾ പണ്ട് കണ്ട മാതിരിയൊന്നുമല്ല, എല്ലാം മൊത്തത്തിൽ മാറ്റമൊക്കെ ഉണ്ട്. പിന്നെ ഇത് ആ കാണുന്നൊരു വലിയ കപ്പലാണ്. അതിനകത്ത് നിറച്ച് ഈ ബീരങ്കി പോലത്തെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി വലിയൊരു കപ്പലാണ് കേട്ടോ. അത് നമ്മൾ ഈ അപ്പുറത്ത് കാണുന്ന അവിടെയാണ് ഈ ബീച്ചിൽ പരിപാടി നടക്കുന്നത്. അവിടെ നമ്മൾ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിന് ഒരാൾക്ക് 200 രൂപയാണ്. ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ 600 രൂപയായി. അങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്ത് ചെല്ലുന്ന ഭാഗമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിച്ചു തരാൻ അതൊക്കെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പം ആ കാണുന്ന പരുന്തിൻ്റെ പടം കാണുന്ന കണ്ടോ, അതിനകത്താണ്. അവിടെ ഇല്ലാത്ത ഒരു സാധനമൊന്നുമില്ല. ആർട്ടിഫിഷ്യലായിട്ടുള്ള വെള്ളച്ചാട്ടമുണ്ട്. അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും അവിടെ ഉണ്ട്. ഒന്നും തന്നെ ഇല്ലാതായിട്ടില്ല. അത്രയ്ക്ക് നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ അവിടെ ഉണ്ട്. പൂക്കൾ കൊണ്ട് വിമാനം ഉണ്ടാക്കിയതും അതുപോലെ ഇങ്ങനെ പൂക്കളിങ്ങനെ വട്ടത്തിൽ വെച്ചിരിക്കുന്ന കണിക്കൊന്ന പോലത്തെ പൂ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ കാണാൻ വേണ്ടിയിട്ടുണ്ട്. ബീച്ചിൽ ഞാൻ ആലപ്പുഴക്കാരനായിട്ട് ഞാൻ ആലപ്പുഴയിൽ ഈ പരിപാടി നടന്നിട്ട് പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഞാനത് പോയത് കേട്ടോ. ഇപ്പം ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് വീഡിയോ എടുക്കുന്നത്. എല്ലാ യൂട്യൂബർമാരും ഇവിടെ വന്ന് വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞ്. പക്ഷേ ഞാനിപ്പോൾ ഇന്നാണ് വീഡിയോ എടുക്കാൻ വേണ്ടി പോയത്. ഇന്ന് ഇപ്പോൾ വീഡിയോ എടുത്ത്. ഇത് ആർട്ടിഫിഷ്യലായിട്ടുള്ള വെള്ളച്ചാട്ടമാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ കയറി നനയാൻ ആഗ്രഹമുള്ളവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ വെള്ളത്തിലൊക്കെ കയറി കുളിച്ച് നനഞ്ഞൊക്കെ വരാം. നല്ല ചൂട് സമയമല്ലേ, അപ്പോൾ ഇച്ചിരി തണുപ്പിക്കാനൊക്കെ പറ്റും. പക്ഷേ ഞാൻ അവിടെയൊന്നും ഇറങ്ങിയൊന്നുമില്ല. അതൊക്കെ കണ്ട് അങ്ങനെ നിന്ന് അതൊക്കെ ആണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഇത് അല്ല നമ്മുടെ ഈ എറണാകുളത്തൊക്കെ വണ്ടർലായും അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഈ വെള്ളത്തിൽ അവിടെ വരുന്ന ആരും നനയാതെ പോകാറില്ല. അത്രയ്ക്ക് നല്ല രസമാണ് അവിടെ ചെന്ന്. ഇത് വലിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നമ്മൾ നിൽക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ്. ഈ വെള്ളം നേരെ നമ്മുടെ മേത്തേക്ക് വീണിട്ട് അവിടുന്ന് അത് തിരിച്ച് അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് പിന്നെ ആ വെള്ളം തന്നെ ഇങ്ങനെ വന്നിട്ടിരിക്കും. അങ്ങനൊരു സെറ്റപ്പാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. നല്ല രസമുള്ള ഒരു പരിപാടിയാണ്. അപ്പം അതൊക്കെയാണ് അവിടെ കാണാൻ പറ്റുന്ന ഒത്തിരി കാഴ്ചകളുണ്ട്. അകത്തോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങളെ വഴിയെ കാണിച്ചു തരാം. നിങ്ങളതൊക്കെ ഇപ്പോഴത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്കത് കാണാനും അത് വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മാത്രം മതി. എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും. എല്ലാം ഉണ്ട് കേട്ടോ. ബുക്കുകളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുന്ന സാധനമാണേലും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളവിടെ വന്നാൽ മാത്രമേ ഇത് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. വന്ന് നേരിട്ട് കാണുക, ഇത് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. അടിപൊളി സംഭവമാണ് കേട്ടോ. ഇതൊക്കെ കാണാതിരിക്കലും വന്ന് കാണണം. ഞാൻ ഇത്രയും ദിവസം ഇത് കണ്ടിട്ടില്ലായിരുന്നു. കണ്ടിരുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടെ വന്ന് കണ്ടേനെ നേരത്തെയൊക്കെ ആണെങ്കിൽ. ഇതിപ്പോൾ തീരാറായി. എന്നാലും ഞാൻ ഒന്നുകൂടെ പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊക്കെ ഒത്തിരി സംഭവങ്ങൾ നല്ല രസകരമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളങ്ങോട്ട് പോകുമ്പം
ഇങ്ങനെ ഉണ്ടാക്കി വെച്ച പോലത്തെ വീട് പോലെ, മറ്റേ ഈ 2 നില വീട് പോലെ തോന്നത്തക്ക രീതി പണ്ടത്തെ ഒരു രീതിയിലൊരു ഒരു കോളനി സെറ്റപ്പ്. എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള കസേരകളൊക്കെ ഇട്ട് ഒരുപാട് വീടുകൾ, ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും തുറക്കാനും പറ്റത്തില്ല, അകത്തോട്ടൊന്നും അങ്ങനെ കയറാനും പറ്റത്തില്ല. ഇതൊക്കെ വെറുതെ ഇങ്ങനെ നമുക്ക് കാഴ്ചയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിൽഡിങ്ങുകളാണ്. എന്നാണേലും അത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ പോയിരുന്ന വീഡിയോ ഒക്കെ എടുത്ത് അതുപോലെ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഇതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നല്ല രസമാണ് കേട്ടോ. അവിടെ നോക്കുമ്പോഴാണേലും കുറേ കെട്ടിടങ്ങളിങ്ങനെ നിരന്ന് നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഒറിജിനലല്ല, ഇത് വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കസേര പോലത്തെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കാം, ഇരുന്നിട്ടൊക്കെ വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. അങ്ങനെ ഒത്തിരി രസകരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. ഒത്തിരി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അപ്പോൾ അങ്ങോട്ട് പോയപ്പം തിരക്കില്ലായിരുന്നേലും ഇങ്ങോട്ട് വരുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആലപ്പുഴയിലെ എല്ലാ സ്ഥലത്തു നിന്ന് ആൾക്കാരൊക്കെ വന്ന് ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് അനിയത്തി കേട്ടോ. അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ വന്ന് കാണുന്നുണ്ട്. അപ്പം ഞങ്ങൾ പോരാൻ പോകുന്ന സമയമായപ്പോഴായിരുന്നു തിരക്ക് കൂടിയത്. ആദ്യം അത്ര തിരക്കൊന്നുമില്ല. ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി പേരെയൊന്നും കാണാൻ സാധിക്കത്തില്ല. ഇതൊക്കെ പൂ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എല്ലാം പ്ലാസ്റ്റിക് കൊണ്ടാണ് കേട്ടോ. ഇത് ഒറിജിനൽ പൂവാണെന്നൊക്കെ നമുക്ക് തോന്നും. ഒറിജിനൽ പൂവ്, ഒറിജിനൽ ഇലയൊക്കെ പോലെ നമുക്ക് തോന്നത്തക്ക രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് അപ്പുറത്ത് കണ്ടോ തത്തേനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എല്ലാം ഈ പൂക്കൾ കൊണ്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്. എന്നാലും നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇതൊക്കെ കാണാൻ നമുക്ക് അവിടെ പോകണമെന്ന് വീണ്ടും തോന്നും. അത്രയ്ക്ക് നല്ല നമ്മളെ വീണ്ടും അങ്ങോട്ട് ആകർഷിപ്പിച്ച് നമ്മളെ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി നമ്മുടെ മനസ്സ് വല്ലാതെ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നത്തക്ക രീതിയിലാണ് അവരവിടെ ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും അവിടെ പോകും. അതാണ് അവിടുത്തെ ഒരു രീതി. അതിനു വേണ്ടിയാണ് അവരങ്ങനെയൊക്കെ ഉള്ള മനോഹരമായ കാഴ്ചകളൊക്കെ അവിടെ നിറച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവിധ സംഭവങ്ങളുണ്ട്. പ്ലെയിനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. എന്ത് ഒറിജിനാലിറ്റിയിൽ അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളിത് വെറുതെ കണ്ടാൽ മനസ്സിലാകത്തില്ല. നിങ്ങൾ ആലപ്പുഴക്കാരനാണെങ്കിലും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ബീച്ച് വരെ ഒന്ന് വരാനുള്ള ഒരിതുണ്ടെങ്കിൽ നിങ്ങൾ ബീച്ചിൽ വന്ന് ഇതൊക്കെ നേരിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നല്ല കാഴ്ചകളാണ്. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞ് ഇത് പോകും. പിന്നെ ഇതൊന്നും കാണത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിന് മുമ്പ് ഇവിടെ വന്ന് ഇതൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ വരിക, കാണുക. ഒത്തിരി കാഴ്ചകളുണ്ട്. അതുപോലെ പല സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. കഴിക്കുന്ന സാധനമാണേലും നിങ്ങൾക്ക് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ തലയിൽ വെക്കുന്ന സാധനങ്ങളെല്ലാം, വള, ലിപ്സ്റ്റിക്ക്, അങ്ങനെ എല്ലാവിധ ഐറ്റംസും അവിടെ വിൽക്കുന്നുണ്ട്. പെർഫ്യൂം, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. പിന്നെ ബുക്സ് ഉണ്ട്. ബുക്ക് വായിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ 50 രൂപയുടെ ബുക്ക് തൊട്ട് 100 രൂപയുടെ ബുക്ക്, അങ്ങനെ 600 രൂപയുടെ ഉണ്ട്. അങ്ങനെ പല വിലയുടേതുണ്ട്. അങ്ങനെ ഒത്തിരി ബുക്കുകൾ വിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ 100 രൂപയുടെ 50 രൂപയുടെ ബുക്ക് നമുക്ക് വേറെ കടയിൽ ചെന്ന് മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 10, 400, 500 രൂപ വില വരും. അത്രയും വിലയുള്ള ബുക്കാണ് അവർ അങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത്. പിന്നെ കൂളർ ഒക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല അവിടെ നമ്മൾക്ക് വേണമെങ്കിൽ ഫർണിച്ചർ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കട്ടിൽ, മേശ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ വരിക, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവുക. അപ്പോൾ അതേ അനിയത്തി അവിടെ നിന്നിട്ട് അമ്മേനെ കണിക്കൊന്ന പൂവിൻ്റെ അവിടെ നിർത്തിയിട്ട് അമ്മയുടെ ഫോട്ടോ എടുക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ അതേ ഈ കാണുന്നതൊക്കെ കണ്ടോ, മറ്റേ ഇങ്ങനെ വളച്ചൊക്കെ വെച്ചിരിക്കുന്ന റാബോല, അതെല്ലാം നിറച്ച് പൂക്കളാണ് കേട്ടോ. നല്ല രസമുള്ള പൂക്കളാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഒറിജിനൽ കണിക്കൊന്നയാണെന്നൊക്കെ തോന്നും. പക്ഷേ അല്ല, ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ്, ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം പ്ലാസ്റ്റിക് പോലത്തെ ഈ ഇതുകൊണ്ടുണ്ടാക്കുന്ന പൂക്കളാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അതുകൊണ്ടാണ് അവിടെ നിന്ന് എല്ലാ ആൾക്കാരും സെൽഫി അടിക്കുകയും വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് വീഡിയോ നമുക്കിപ്പം ഫേസ്ബുക്കിൽ, യൂട്യൂബിലിട്ടാലും എവിടെ ഇട്ടാലും ആൾക്കാർ നോക്കും. കാരണം അത്രയ്ക്ക് നല്ല കാഴ്ചകളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പം നിങ്ങൾക്കും ഈ രസകരമായ ലോകത്തിനുള്ളിലേക്ക് വന്ന് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബീച്ചിലേക്ക് വരിക. എന്നിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക. രാത്രി
സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു വിസ്മയം തന്നെ ആയിരിക്കും, ഭയങ്കര രസമായിരിക്കും. ആ ഒരു രീതിയിലാണ് ഇതെല്ലാം ആലപ്പുഴയിൽ മനോഹരമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് വരിക, ഇതെല്ലാം കാണുക, നല്ല രസമുള്ള കാഴ്ചകളാണ്. അപ്പം ഇവിടെ ലൈറ്റ് ഇത് താഴത്തൊക്കെ വെച്ചിരിക്കുന്നതുണ്ടോ, അതൊക്കെ പല പല രീതിക്ക് പല കളറിൽ ഇങ്ങനെ മിന്നിത്തെളിയുന്ന ലൈറ്റുകളൊക്കെ തെളിയും. അതൊക്കെ രാത്രിക്ക് വന്നാലേ അതൊക്കെ മനസ്സിലാക്കാനൊക്കത്തുള്ളൂ. ഞങ്ങൾ വന്നത് ഉച്ച ടൈമിനായതുകൊണ്ട് ഒരു 3 മണി സമയത്തൊക്കെ വന്നു. അതുകൊണ്ട് നല്ല ചൂടും വെയിലൊക്കെ ഉള്ള സമയമായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അത്രയ്ക്ക് ചൂട് അനുഭവപ്പെടത്തില്ല. ചൂട് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവർ അവിടെ ആയിട്ട് ഒരു മറ്റേ വണ്ടർലായിലേക്ക് പോലെ വീഗാലാൻഡിലേക്ക് പോലെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സെറ്റപ്പ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനലായിട്ട് ഇപ്പോൾ വീഗാലാൻഡിലൊക്കെ പോയി വെള്ളത്തിലൊക്കെ കുളിക്കുമ്പം നമുക്ക് ആ കിട്ടുന്ന ഒരു മനോഹരമായ ആ ഒരു ഫീലിംഗ്, ആ ഒരു അനുഭൂതിയൊക്കെ നമുക്ക് ഇവിടെ വെള്ളത്തിൽ വന്നിങ്ങനെ കിടന്ന് കളിച്ച് കഴിഞ്ഞാൽ കിട്ടും. അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് അവിടെ നനയുന്നുണ്ട്. പരിചയമില്ലാത്ത ആൾക്കാരൊക്കെയാണ്. എന്നാലും ആൾക്കാർ എല്ലാവരും ഒത്തൊരുമിച്ച് അവിടെ വന്ന് വീഡിയോ എടുക്കും, കാണുകയും മനോഹരമായ കാഴ്ചകൾ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും ആ കാഴ്ചകൾ കാണാനുള്ള ഒരു ഇഷ്ടവും താല്പര്യമൊക്കെ ആണ് അവർക്ക് അത് കാണാൻ അവരെ പ്രേരിപ്പിച്ച് വീണ്ടും അവർ വരാൻ വേണ്ടി കാരണം. വന്നവർ തന്നെ വീണ്ടും അത് കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് വീട്ടിൽ പിന്നെ ചെന്ന് വേറെ വരാത്തവരെയും കൂട്ടിക്കൊണ്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളും പരിചയമുള്ള ആൾക്കാരൊക്കെ അവിടെ പോയതും അതൊക്കെ ഞാനിങ്ങനെ കേട്ടായിരുന്നു. അങ്ങനെയൊക്കെ അറിഞ്ഞപ്പോഴാണ് ഞാനും അങ്ങനെ അവിടെ പോകണമെന്നൊരു ആഗ്രഹം വെച്ചിരിക്കുകയായിരുന്നു. അവിടെ പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ്, അപ്പോൾ അമ്മ വരണില്ലെന്ന് പറഞ്ഞു. അമ്മക്ക് താല്പര്യമില്ല, അമ്മ അങ്ങനെയൊന്നും ബീച്ചിലോട്ടൊന്നും പോകാറില്ല, ഇതുവരെ അമ്മ പോയിട്ടില്ല. അപ്പോൾ അമ്മേനെയൊന്നും കൂട്ടിക്കൊണ്ട് പോകാനൊക്കത്തില്ല. അപ്പോൾ ഞാൻ അനിയത്തിയെ പോയി വിളിച്ചപ്പോൾ അവളുടെ കൂടെ ഉണ്ടെങ്കിൽ അമ്മ വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് അമ്മ വന്നത്, അവളുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വന്ന് വീഡിയോ എടുത്താണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നടക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് എത്ര സമയം വേണേലും അവിടെ വന്ന് ചിലവഴിക്കാം, ഇരിക്കാം ഒക്കെ ചെയ്യാം. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറേ ടൈമൊക്കെ അവിടെ ഇരിക്കാൻ പറ്റും. അതൊന്നും പ്രശ്നമില്ല, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കാണാം. ഞാനവിടെ ചെന്നപ്പോൾ ഒരു ചേച്ചി ഈ കയ്യിൽ ഈ വെളുക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കൊരു സോപ്പ് കാണിച്ചു തന്നായിരുന്നു. അത് ഞാൻ മേടിച്ച്, അത് അനിയത്തിയും മേടിച്ചായിരുന്നു ഒരെണ്ണം. ആ സോപ്പിട്ട് നമ്മൾ കുളിക്കുകയോ അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഇട്ട് ഉരക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പെട്ടെന്ന് വെളുക്കും. അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പൊക്കെ ഉള്ളൊരു സോപ്പാണ്. ആ സോപ്പ് ഞാൻ ഈ വീഡിയോയിൽ ഇതിലുണ്ടോയെന്നറിയത്തില്ല, ഷോർട്ട് വീഡിയോയിലുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അത് ഷോർട്ട് വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ആ സോപ്പ് മാത്രമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം, അതുണ്ട് കേട്ടോ. അപ്പോൾ സോപ്പ് മാത്രമല്ല, ഒരുപാട് സാധനങ്ങളുണ്ട്. അനിയത്തി ബുക്കൊക്കെ വാങ്ങിച്ച്, ഞാൻ ബുക്ക് വാങ്ങിച്ചില്ല. ഞാൻ വാങ്ങിച്ചത് ഒരു പേനയാണ്, ശിവൻ്റെ ശൂലം, മഹാദേവൻ്റെ ശൂലം പോലുള്ളൊരു പേനയാണ്. എനിക്ക് മഹാദേവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാനൊരു ശൂലം കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ എനിക്ക് ബൈക്കിന് കീ ചെയിനായിട്ട് ഇട്ടിരുന്ന ഒരു കീ ചെയിൻ ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയായിരുന്നു. അതെവിടെ പോയെന്ന് അറിയത്തില്ല. അതിൻ്റെ ഇത് പോയി. അത് മഹാദേവൻ്റെ ഒരു ഇതായിരുന്നു, മഹാദേവൻ്റെ പാർവതി മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉള്ളൊരു കീ ചെയിനായിരുന്നു, അത് പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു കീ ചെയിൻ ഞാൻ കണ്ടപ്പോൾ അവിടുന്ന് അതും വാങ്ങിച്ചായിരുന്നു. അങ്ങനെ ഞാനതൊക്കെ വാങ്ങിച്ചോളൂ, അല്ലാതെ കൂടുതലായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. എന്നാലും ഇവിടെ വന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് എല്ലാ കാഴ്ചകളും വളരെ രസകരമായിട്ട് തോന്നി. കാരണം അത് ഈ വിമാനമൊക്കെ തന്നെ നോക്കിക്കുക, എന്ത് നല്ല ഒറിജിനാലിറ്റിയിൽ അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ആ പൂക്കൾ പോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുണ്ടാക്കുന്നത് കേട്ടോ. അതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ കൊണ്ടുണ്ടാക്കുന്നത്. എന്നാലും നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. നമുക്കൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ പ്രായമുള്ളവർക്കാണേലും കുട്ടികൾക്കാണേലും എല്ലാവർക്കും ഭയങ്കര രസത്തോടെ കാണാനും മനോഹരമായ കാഴ്ചകളൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആർക്കും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മുടെ ഇത് എന്നാന്ന് ഞാൻ പറയുന്ന മറ്റേ എയർ കൂളറാണ്. എയർ കൂളറിന് വില 6000 രൂപയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അത് ഇപ്പം നമ്മുടെ പഴയ ഫാനൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നപ്പം പിന്നെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതാണ് കേട്ടോ. എന്താണത്, മസാജറൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ കട്ടിൽ ഇതൊക്കെയുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് കളിപ്പാട്ട കടകൾ, ഫോണിൻ്റെ ഡിസ്പ്ലേ, അതുപോലെ കവറ്, അങ്ങനെ അതൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി കടകളൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നോക്കി മേടിക്കാം, സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള ഫോണിൻ്റെ കവറൊക്കെ നോക്കി വാങ്ങിക്കാൻ പറ്റും. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ഹലുവ കഴിക്കാനുള്ള മിക്സ്ചർ,
കപ്പ വറുത്തത്, ചിപ്സ്, പക്കാവട, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഒത്തിരി കഴിക്കുന്ന ഐറ്റംസ് ഇവിടെയും ഉണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് ആവശ്യത്തിന് നോക്കി ഇഷ്ടമുള്ള നമുക്ക് രുചിച്ച് നോക്കിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിച്ചിട്ടൊക്കെ പോകാം. അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ അവിടെ ഇട്ട് വിൽക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ കശുവണ്ടി, ഒരു ചേട്ടൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തല്ലിയിട്ട് കശുവണ്ടി ഈ തൊണ്ട് കളഞ്ഞ് ഇത് കളഞ്ഞിട്ട് എടുക്കുന്ന നല്ല ഒറിജിനൽ കശുവണ്ടിയാണ്. നമുക്ക് നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെയാണ് അത് എടുത്തു തരുന്നത്. അപ്പോൾ അത് നല്ല ഒരു ചുട്ട് തല്ലി തരുവാണ്. അപ്പോൾ അത് നല്ല രസമാണ് അത് കാണാൻ. നമുക്കത് വാങ്ങിക്കാൻ തോന്നും. ഞാൻ വാങ്ങിച്ചില്ല. അതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ബുക്ക് സ്റ്റാളാണ്. ഇവിടെ ഏത് ബുക്കിനും വില കുറവാണ്. 50 രൂപയുടെ ബുക്കാണ് ഈ സെക്ഷനിലിരിക്കുന്നത്. ഈ ബുക്കുകൾക്കെല്ലാം 50 രൂപ. ഇപ്പുറത്തിരിക്കുന്ന ബുക്കിന് 100 രൂപയാണ്. അപ്പോൾ അനിയത്തി അവിടുന്ന് 100 രൂപയുടെ ഒരു ബുക്ക് വാങ്ങിച്ചായിരുന്നു. എന്നിട്ട് അവൾ ഗൂഗിൾ പേ വഴി പൈസ കൊടുത്ത്. എൻ്റെ ഗൂഗിൾ പേയിലുള്ള പൈസയൊക്കെ തീർന്നു പോയതുകൊണ്ട് അച്ഛനൊക്കെ തരുന്ന പൈസയൊക്കെ ഞാനൊരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എടുത്ത് ചിലവഴിക്കും. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഗൂഗിൾ പേയ്ക്കകത്ത് പൈസ കാണത്തില്ല. അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല. പിന്നെ എനിക്ക് അനിയത്തിയോട് പറഞ്ഞപ്പോൾ അവളെനിക്കൊരു സോപ്പ് വാങ്ങിച്ചു തന്നായിരുന്നു. അവൾക്ക് മേടിച്ച സമയത്ത് തന്നെ എനിക്കും കൂടെ ഒരെണ്ണം മേടിച്ച്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച്. ഈ കാണുന്നതൊക്കെ ഓരോ ബുക്കുകളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ നല്ല രസമാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ കഥകളൊക്കെ ഉണ്ട്. ആവശ്യത്തിന് പഠിക്കാനുള്ള ബുക്കുകളാണേലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് നമുക്ക് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. നമുക്ക് അത്രയും ബുക്കുകളുടെ ഇടയ്ക്ക് നല്ല ബുക്കുകൾ കണ്ടുപിടിക്കുക എന്നുള്ള പ്രയാസമാണ്. പക്ഷേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ചില ആൾക്കാർക്ക് ബുക്സ് വായിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ബുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് ബുക്കാണ് നല്ലത്, ഏത് കഥയാണ് നല്ലതെന്നൊക്കെ മനസ്സിലാക്കി വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാ കഥകളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ യക്ഷിയുടെ നോവൽ തൊട്ട് ഡ്രാക്കുളയുടെ കഥപുസ്തകം വരെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഡ്രാക്കുളയുടെയൊക്കെ ഒരു കഥപുസ്തകം ഇരിപ്പുണ്ട്. അത് മലയാളത്തിലായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. അതിനെ പക്ഷേ നല്ല വിലയാണ്, 600 എത്രയും കണ്ടുപോവാം. അങ്ങനെ അവിടെ ഇഷ്ടംപോലെ ബുക്സൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് ശബ്ദം പാട്ടിൻ്റെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോ വീട്ടിൽ വന്നിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ഈ വോയിസ് കയറ്റുന്നത്. അപ്പം ഞാൻ പറഞ്ഞതൊന്നും മ്യൂട്ടിലിട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാനൊക്കത്തില്ല. അവിടെ വച്ച് കണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട്. പക്ഷേ പാട്ടുള്ളതുകൊണ്ടാണ് ഞാനത് കേൾപ്പിക്കാത്തത് കേട്ടോ. അപ്പോൾ പാട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് വരുമല്ലോ, അതുകൊണ്ടാണ് അതൊന്നും കേൾപ്പിക്കാത്തത്. പിന്നെ ഇതൊക്കെ നല്ല നല്ല പുസ്തകങ്ങളാണ്. നമുക്ക് വായിച്ചിരിക്കേണ്ട അറിവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴിയാണ് പുസ്തകം വായിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. പുസ്തകത്തെ ഇഷ്ടപ്പെട്ട് നമ്മൾ പുസ്തകം വായിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഞാൻ പുസ്തകം അങ്ങനെ വായിക്കുന്ന ആളല്ല, എന്നാലും ബുക്കൊക്കെ കാണുമ്പോൾ ഒരു രസം. എനിക്ക് വായിക്കാനൊന്നും അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. അല്ലെങ്കിൽ ബുക്കുകൾ വായിച്ചാൽ നമുക്ക് അറിവ് വർദ്ധിക്കും. ഒരുപാട് ലോക കാര്യങ്ങളെക്കുറിച്ചോ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊരു അറിവുണ്ടാവും. അപ്പം വായിക്കണം, വായിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ബുക്കുകളൊക്കെ ഉണ്ട്. വന്ന് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നിയാൽ വായിച്ച് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ സെലക്ട് ചെയ്തെടുത്തുകൊണ്ട് പോകുക. ഒത്തിരി ബുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു യക്ഷിക്കഥയുടെയൊക്കെ ബുക്കാണെന്ന് തോന്നുന്നു. ഇപ്പുറത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഡ്രാക്കുളയുടെയാണ്. ഞാനത് കാണിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. അതിനകത്തുണ്ട്, ഇവിടെ ഉണ്ട്. ഉണ്ട് ഡ്രാക്കുളയുടെ ബുക്ക് കണ്ടോ. അത് ഡ്രാക്കുളയുടെ ബുക്കാണ്. അത് വാങ്ങിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വില നോക്കിയപ്പം കുറച്ച് കൂടുതലാണ്, 600 രൂപയെങ്ങാണ്ടുണ്ട്. പിന്നെ ഒരുപാട് കഥപുസ്തകങ്ങളൊക്കെ ഉണ്ട്. അത് ഇപ്പുറത്ത് ഇരിക്കുന്നതിനൊക്കെ നല്ല വിലയാണ് കേട്ടോ. എല്ലാ ബുക്കിനും വില കൂടുതലാണ്. പക്ഷെ അപ്പുറത്തിരിക്കുന്നത് നല്ല വില കുറവാണ്. എന്തായാലും നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കണ ഇഷ്ടം പോലെ പൈസ. ഇത് ഈ ചേച്ചി പറഞ്ഞ് നമുക്ക് ഈ സോപ്പ് കയ്യിലിട്ടാൽ വെളുക്കുമെന്ന് പറഞ്ഞ്, ഇതിട്ട് ഉരച്ച് കഴിഞ്ഞാൽ വെളുക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ എൻ്റെ കൈ കാണിച്ചു കൊടുത്ത്. അപ്പോൾ അവർ പറഞ്ഞ് നന്നായിട്ട് വെളുക്കും, അത് വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് ആ സോപ്പൊക്കെ വാങ്ങിച്ചായിരുന്നു. അതവർ കയ്യിലിട്ട് ഇങ്ങനെ ഉരച്ചപ്പം ആ ഒരു വശം നമ്മുടെ ഒരു ഇച്ചിരി വെളുത്ത പോലെ തെളിച്ചം കിട്ടി. പക്ഷേ വീട്ടിൽ വന്ന് നോക്കിയിട്ട് കറുത്ത് തന്നെ ഇരിക്കുകയാണ്, വെളുക്കുന്നൊന്നുമില്ല. പണ്ട് ഞാൻ വെളുത്തതായിരുന്നു, എനിക്കിതൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പം ഞാൻ കറുത്തു പോയി. കാരണം വെയിലൊക്കെ കൊള്ളുന്നുണ്ടല്ലോ. എപ്പോഴും പുറത്തോട്ട് പോകുമ്പോഴാണേലും മുമ്പൊക്കെ കളിക്കാനൊക്കെ പോകുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് വെയിൽ കൊണ്ടൊക്കെ കറുത്തു പോയതാണ്. അപ്പോൾ ഇവിടെയൊക്കെയുള്ള കളിപ്പാട്ട കടയാണ് കേട്ടോ. വെളുപ്പിലും കറുപ്പിലും ഒന്നും കാര്യമില്ല.
നമ്മുടെ മനസ്സിലാണ് ഇപ്പോഴും കാര്യമുള്ളത്. നമ്മുടെ സ്വഭാവം കൊണ്ടാണ് നമ്മളെ ഓരോ വ്യക്തികളും ഇഷ്ടപ്പെടുകയും മനസ്സിലാക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്വഭാവം നല്ലതാണെങ്കിൽ നമുക്കൊരിക്കലും സൗന്ദര്യത്തിന് ഭംഗി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കറുത്തതോ വെളുത്തതോ അതിലൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഇതൊക്കെ ഇഷ്ടം പോലെ ക്യൂബ്സൊക്കെ ഉണ്ട് കേട്ടോ, നമുക്കിങ്ങനെ കറക്റ്റ് ചെയ്ത് കളിക്കുന്ന ക്യൂബ്, അതൊക്കെ ഇഷ്ടം പോലെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഇത് റൂബിക്സ് ക്യൂബാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ മാല, വള, കമ്മൽ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്, പെൺകുട്ടിയൊക്കെ ഉള്ളതാണ്, അതൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് ഒക്കെ പെർഫ്യൂമിൻ്റെ കട, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിക്കാനുള്ള നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പറ്റിയ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വന്ന് അവിടെ നിന്ന് വാങ്ങിച്ച് കഴിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ചേട്ടനോട് ഇരുന്നിട്ട് കശുവണ്ടി തല്ലുന്നെന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ് കേട്ടോ. അത് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് പുള്ളിക്കാരൻ തല്ലി ആ കശുവണ്ടി ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ അതൊക്കെ നല്ല നമുക്കിഷ്ടം തോന്നും. നേരിട്ട് വന്ന് കഴിച്ചിട്ടൊക്കെ മേടിക്കാനാണെങ്കിൽ അത് നമ്മൾ വാങ്ങിക്കും ഇഷ്ടം പോലെ. പെട്ടെന്ന് വന്ന് ഇങ്ങനെ കണ്ടിട്ട് മേടിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ അധികമൊന്നും വാങ്ങിച്ചില്ല. എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട്, പറ്റുമെങ്കിൽ ഞാൻ ഒന്നുകൂടെ അവിടെ വീണ്ടും പോകും, കൂട്ടുകാരനെ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ, ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ ഇവിടെ നിറച്ച് ബാഗുണ്ട്, അതുപോലെ ജീൻസ്, ട്രാക്ക് സൂട്ട് അതൊക്കെ ഉണ്ട്. ഇതൊക്കെ പേഴ്സാണ് കേട്ടോ, നമ്മുടെ ATM കാർഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന പല പല കള്ളികളുള്ള പേഴ്സാണ്. അതൊക്കെ നല്ലതാണ് കേട്ടോ. ഇതൊക്കെ ട്രാക്ക് സൂട്ട് ഡ്രസ്സൊക്കെയാണ്. ഇതിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും കമ്മൽ, വളയൊക്കെ വെക്കുന്ന കടകളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നടന്ന് കുറച്ച് ദൂരത്ത് വന്നപ്പം ഇവിടെ ഇതൊക്കെ നമുക്ക് ഓരോ വാങ്ങിക്കാൻ പറ്റുന്ന നല്ല നല്ല സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഞാനൊരു ഫോട്ടോയുടെ ഒരു സംഭവം കണ്ട്. നമ്മുടെ ഫോട്ടോയും വേണമെങ്കിൽ അവരങ്ങനെ ആക്കി തരും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത പോലെ നല്ല രീതിക്ക് നമുക്കത് കിട്ടും. നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ ഇഷ്ടം പോലെ ദൈവത്തിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്, ആവശ്യമുള്ളത് അനുസരിച്ച് വാങ്ങിക്കാം. ഇവിടെ നല്ല നല്ല വാച്ചുകൾ ഇരിപ്പുണ്ട് കേട്ടോ, എല്ലാം നല്ല ഭംഗിയുള്ള വാച്ചുകളാണ്. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വാച്ചുകളൊക്കെ വാങ്ങിക്കാം. എല്ലാ കാഴ്ചകളും കണ്ട് നമ്മൾ വീണ്ടും പുറത്തേക്കുള്ള സ്ഥലത്തേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പുറത്തോട്ട് പോകുന്ന ഒരിതാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തിരിഞ്ഞിങ്ങനെ വരുമ്പം അവിടെയും കുറച്ച് കളിപ്പാട്ട കടകളും അതുപോലെ ഇതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കളിപ്പാട്ടങ്ങളാണ് കേട്ടോ. കളിപ്പാട്ടം കൊച്ചു പിള്ളേർക്കാണേലും വലിയവർക്കാണേലും ഇഷ്ടമുള്ള സംഭവമാണ്. നമുക്ക് വാങ്ങിക്കാനൊക്കെ തോന്നും. ഞാൻ എപ്പോൾ പുറത്ത് പോയാലും ഞാൻ തോക്കൊക്കെ വാങ്ങിക്കാറുണ്ട്. എനിക്ക് കളിപ്പാട്ടത്തോട് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലേ, യൂട്യൂബർമാർ തന്നെ ഈ കളിപ്പാട്ട കാറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അൺബോക്സ് ചെയ്തൊക്കെ കാണിക്കുന്നു. അത് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം വലിയവരായാലും കളിപ്പാട്ടങ്ങളെ ഇഷ്ടമുള്ളവർക്ക് കളിപ്പാട്ടങ്ങൾ ഭയങ്കര താല്പര്യമായിരിക്കും. ഏറ്റവും കൂടുതൽ കളിപ്പാട്ടം മേടിച്ച് വീട്ടിൽ വെച്ച് ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഒരു പേപ്പറിലോ എന്തെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ആ പെൺകുട്ടി മേടിച്ചതൊക്കെ നല്ല ലക്ഷക്കണക്കിന് രൂപ വില മതിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെയാണ് അവരുടെ കൈവശമുള്ളത്. അങ്ങനെ ഒരു വീഡിയോ ഞാൻ എന്തെല്ലോ കണ്ടിട്ടുണ്ട്. അങ്ങനെ കളിപ്പാട്ടങ്ങൾ ഇഷ്ടമുള്ളവർക്കൊക്കെ വാങ്ങിക്കാം. ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് താല്പര്യം തോന്നുന്നത് എന്താണ് അതൊക്കെ വന്ന് വാങ്ങിക്കുക, സെലക്ട് ചെയ്തെടുക്കുക. ഇത് നല്ല കീ ചെയിനൊക്കെയാണ് കേട്ടോ. കീ ചെയിന് നല്ല ഭംഗിയുള്ള കീ ചെയിനുണ്ട്. അതുപോലെ മാല, ഇത് ഓരോ തരം മാലകളാണ്. ഇതിലൊക്കെ നമുക്കിഷ്ടമുള്ള ലോക്കറ്റൊക്കെ ഉണ്ടാവും. നമുക്ക് അതൊക്കെ നോക്കിയിട്ട് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നോക്കിയിട്ടൊക്കെ വാങ്ങിക്കാം. പിന്നെ ഇത് മോതിരങ്ങളാണ് കേട്ടോ. ഇഷ്ടംപോലെ കല്ല് വെച്ച മോതിരങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള നീല, പച്ച അങ്ങനെയൊക്കെയുള്ള കല്ലുകളൊക്കെ വെച്ച മോതിരമുണ്ട്. പിന്നെ ഇത് ആനക്കൊമ്പ് പോലത്തെ ഇതൊക്കെ വെച്ചിട്ടുള്ള ലോക്കറ്റുകളൊക്കെയാണ് കേട്ടോ. അങ്ങനെ എല്ലാം നല്ല സംഭവങ്ങളാണ്. പിന്നെ പേന ഉണ്ടായിരുന്നു. പേന ഈ ശൂലം പോലുള്ള ഉണ്ട്, മറ്റേ കോടാലി പോലെ ഇരിക്കുന്ന ടൈപ്പ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് പേനകളൊക്കെ ഉണ്ട്. ഞാനത് ആ ശൂലം പോലെ ഇരുന്ന പേന വാങ്ങിച്ചായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറി. ഇവിടുന്ന് നല്ല
നാരങ്ങ കൊണ്ടുള്ള ജ്യൂസാണ്. അത് വാങ്ങിച്ച് കുടിച്ച് അതിനെ ഇവിടുന്ന് വാങ്ങിച്ച് കുടിച്ചത് ഇതാണ് കേട്ടോ. അതിന് ഇച്ചിരി വില കൂടുതലാണ്, 50 രൂപയായി. ഒരു ഗ്ലാസ് ജ്യൂസിന് 50 രൂപയായി. അപ്പോൾ ഇച്ചിരി വില കൂടുതലാണെങ്കിലും നല്ലതാണ് കേട്ടോ. അവർ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് അതുണ്ടാക്കി തരുന്നത്. എന്തത് ഇത് പിടിച്ച് നെക്കി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് ജ്യൂസ് ഇറങ്ങി വരുവാണ്. അപ്പോൾ നല്ല സെറ്റപ്പൊക്കെയാണ്, നല്ല കുടിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ജ്യൂസ് തന്നെയായിരുന്നു. ലെമൺ ജ്യൂസാണ്. അപ്പോൾ അത് കുടിച്ച്, പക്ഷേ ഒരെണ്ണത്തിന് 50 രൂപ, അത് ഇച്ചിരി കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നല്ല സാധനത്തിന് ഇച്ചിരി വില കൂടിയാലും കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ അതൊക്കെ കുടിച്ച് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ചുമ്മാ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ച് ഞാനങ്ങനെ എടുത്ത വീഡിയോകളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇത് ഞാനത് കുടിക്കുന്ന വീഡിയോ ആണ്. നല്ല ഇത് എവിടെയാ സ്ഥലമെന്ന് അറിയാൻ മേലാത്ത ദൂരം ഉള്ളവരൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ ആലപ്പുഴ കടപ്പുറത്താണ് ഇത് ഈ ബീച്ച് ഉള്ളത്. ആലപ്പുഴ ബീച്ച് എന്നാണ് ഇത് പറയുന്നത്. അവിടെയായിട്ട് ഈ പരിപാടി നടക്കുന്നുണ്ട്. ഇനി മെയ് 15 വരെ ഉള്ളെന്ന് തോന്നുന്നു. എപ്പോൾ ഇത് തീരുമെന്നറിയത്തില്ല. ഈ മാസം കൊണ്ട് തീരുമെന്നാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരത്തെ വരിക, ഈ മാസം തീരുന്നതിന് മുമ്പ് തന്നെ വന്ന് ഇത് കാണാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഗെയിം കളിക്കുന്നവർക്കൊക്കെ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. ആ വണ്ടിക്കകത്തുള്ളത്, അതിനകത്ത് കയറിയിട്ട് നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് പോയി അത് കളിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് കാണാനൊക്കെ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഞാൻ കണ്ടു നോക്കിയില്ല. അത് കയറി കളിക്കുകയും നോക്കിയൊക്കെ ചെയ്യുന്നതിന് 100 രൂപ കൊടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്ന് ബീച്ചിൻ്റെ അവിടെ വരെ വന്നതല്ലേ, അപ്പോൾ കടലൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ കടൽ കാണാൻ വേണ്ടി പോയി അവിടെ ചെന്ന് എടുക്കുന്ന വീഡിയോ ആണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ കറങ്ങുന്ന സംഭവം അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒത്തിരി പേരുണ്ട് ബീച്ചിൽ വന്നൊന്ന് വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബീച്ചിൽ അവിടെ ആയിട്ടാണ് ഇത് കടലിൻ്റെ തിരമാലകളൊക്കെ നല്ല ശാന്തമായിട്ട് നിൽക്കുകയാണ്. വലിയ ശക്തമായിട്ടൊന്നും അടിക്കുന്നില്ല. ഇത് കാണാനൊക്കെ ഒത്തിരി പേര് വിദേശികരും അതുപോലെ നോർത്ത് ഇന്ത്യൻസൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ ഇതൊക്കെ കാണാൻ വേണ്ടി വരുന്നതാണ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മലയാളികളും പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഈ ബീച്ച് കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് അവിടെയൊക്കെ നിൽപ്പുണ്ട്. ബീച്ചിലിറങ്ങി വെള്ളത്തിൽ കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാലൊക്കെ നനക്കാതെ ആരും പോകത്തില്ലല്ലോ കടലിൽ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ കടലിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് ഇതൊക്കെ കാണുന്ന ഇതൊക്കെ നല്ല രസമാണ്. അപ്പം ഞാൻ അങ്ങനെ കടൽ കാണാനൊന്നും അധികം പോയിട്ടില്ല. മുമ്പൊക്കെ കൂട്ടുകാർ അടുത്ത സുഹൃത്തുക്കളുമായിട്ട് മാത്രം പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ അധികമൊന്നും പോകാറില്ല. പോകണമെങ്കിൽ നല്ല രസമൊക്കെ തന്നെയാണ്. ഇതൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു രസമാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടില്ലാത്തവർ വരിക, കാണുക, ഇതൊക്കെ ആസ്വദിക്കുക. നമുക്ക് ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നമുക്ക് നമ്മൾ മനസ്സിലാക്കി അറിഞ്ഞിരിക്കുകയും കാണുകയൊക്കെ ചെയ്യണം. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാതെ ഇരിക്കരുത്. നിങ്ങളുടെ ജീവിതം ഒന്നേ ഉള്ളൂ. അപ്പോൾ ജീവിതം മാക്സിമം നിങ്ങൾ സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവുക കേട്ടോ. ഇതൊക്കെ കുതിരയാണ് കേട്ടോ. ഈ കുതിരപ്പുറത്തൊക്കെ കയറുന്നതിന് 100 രൂപയുള്ളൂ. ഈ കുതിരപ്പുറത്ത് കയറി കഴിഞ്ഞാൽ അവർ കുറച്ച് ദൂരം നമ്മളെ കൊണ്ട് പോകും. അപ്പം ഞാനിതിലൊന്നും കയറിയില്ല. കുതിരപ്പുറത്ത് കയറണം എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാനിതുവരെ കുതിരയുടെ പുറത്ത് കയറിയിട്ടില്ല. ഇനി ഒരിക്കൽ കയറണം എന്തായാലും. പക്ഷേ ആ കുതിരപ്പുറത്ത് കയറിയാലും ഓടത്തൊന്നുമില്ല. അത് പതുക്കെ അവർ നടത്തിക്കൊണ്ടേ പോകത്തുള്ളൂ. ഇത് ഞാൻ പറഞ്ഞ കപ്പലാണ് കേട്ടോ. കപ്പലിൻ്റെ പുറത്ത് എന്തോ ഒരു ബീരങ്കി പോലത്തെ സാധനമൊക്കെ വെച്ചിരിക്കുന്നതുണ്ടോ. പക്ഷേ അതിനകത്ത് തൊട്ടൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല. അതൊക്കെ കയറി കാണാൻ പറ്റിയിരുന്നത് സൂപ്പറായിരുന്നു. പക്ഷേ അതൊന്നും കാണാൻ പറ്റത്തില്ല. ഏറ്റവും അവസാനം അങ്ങനെ വന്ന് ഞങ്ങൾ മണ്ണഞ്ചേരി ബസ് നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ ബസ് വന്ന് ബസ്സിൽ കയറി പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് റോഡ് സൈഡിലൊക്കെ കാഴ്ചകളൊക്കെയാണ് ഈ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. കൂടുതലായിട്ട് വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. വീട്ടിലോട്ട് പോകുന്നതും വീട്ടിൽ വന്നിട്ട് പിന്നെ അനിയത്തിയായിട്ട് ബൈക്കിൽ അവളെ കൊണ്ടുവന്ന് ആക്കിയൊക്കെ ചെയ്ത് വീട്ടിൽ തന്നെ കൊണ്ടാക്കി. അപ്പം അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ എടുത്തില്ല. എൻ്റെ ഫോണിൽ ചാർജ് കുറവായിരുന്നു. അതുകൊണ്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടുന്ന് ബീച്ചിൽ നിന്ന് പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ബസ്സിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആലപ്പുഴ വരിക. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.